സഹൃദയ സദസ്സിന് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഉയരട്ടെ, മൗനം വിട്ടുണരട്ടെ, പുതിയൊരു വാത്മീകമുടയട്ടെ, നവ മാലിശാല ഉയരട്ടെ, പുതിയൊരു വാത്മീകമുടയട്ടെ, നവ മാലിശാല ഉയരട്ടെ. മനുഷ്യ മനസ്സുകൾ പ്രക്ഷുബ്ധമാകുന്ന ആസുരമായ ഈ കാലത്ത് ഞാനൊരു കഥ അവതരിപ്പിക്കുന്നു. വില്യം ഷെയറോണിന്റെ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് കഥ നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കണങ്ങളിൽ പിച്ചവച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കി. എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ, മരണത്തിന്റെ ഞരക്കങ്ങൾ, ഭീതിയുടെ ദീർഘനിശ്വാസങ്ങൾ. പോളണ്ടിലെ കത്തോലിക്കരുടെ തെരുവിലെ നിരവധി ഫ്ലാറ്റുകൾ. രാത്രി ഏറെയായി. ഒരു ഫ്ലാറ്റിന്റെ പുറത്തേക്കുള്ള ജനാല സാവകാശം അടങ്ങി. ആ ജനാലകൾക്കിടയിലൂടെ ഒരു കുഞ്ഞിൻ്റെ നിലവിളി അരിച്ചരിച്ചെത്തുന്നുണ്ട്. ആരോ ആ കുഞ്ഞിനെ മൃദുവായി ശകാരിക്കുന്നുണ്ട്. അതെ, അത് സോഫിയുടെ വീടാണ്. സോഫി, അതിസുന്ദരിയായ കത്തോലിക്കൻ യുവതി. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോകൾ സ്വന്തം ഭർത്താവിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നു നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, പൊലിയുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരിപ്പൂശിയ സോഫി. പക്ഷേ വിധിയുടെ കൈകൾ തഴുകുമ്പോൾ അത് വിധിയോ തീമഴയാകുന്നു. സോഫിക്കിപ്പോൾ ഒറ്റ സ്വപ്നം മാത്രം. തൻ്റെ മക്കൾ ജാൻ, ഈവ. മൂത്തവൻ ജാൻ, ഇളയവൾ ഈവ. ജാൻ മിടുക്കനാ, അച്ഛനെ പോലെ. ഈവ കുറുമ്പുകാരിയാ. എന്നാൽ എന്താ മാലാഖയുടെ ചന്തം, അതുമാത്രം മതിയല്ലോ. പക്ഷേ ഇവരെ എങ്ങനെ വളർത്തും? ഒരു കഷ്ണം റൊട്ടി പോലും എവിടുന്നും കിട്ടാനില്ല. പുറത്തിറങ്ങാൻ കഴിയില്ല. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോകൾ ജൂതന്മാരെ മാത്രമല്ല കത്തോലിക്കരെയും പിടിച്ചുകൊണ്ടുപോകുന്നു, ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. അമ്മേ, വിശക്കുന്നമ്മേ. ഈവ നിലവിളിക്കാൻ തുടങ്ങി. മോള് കരയരുത്, നേരം വെളുക്കട്ടെ. ഇല്ലമ്മേ, ഞാൻ ചത്തോ. എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നമ്മേ. കയ്യിലിരുന്ന പാവക്കുട്ടി അവൾ ചുംബിച്ചു. പൊന്നുമോളെ, ശബ്ദമുണ്ടാക്കരുത്, ആ കാലന്മാരെ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. എന്റെ സ്വപ്നനിലങ്ങളിൽ വിരിയും മോഹപുഷ്പങ്ങളല്ലേ, എന്റെ നീലാകാശം നൽകിയ നിത്യതാരങ്ങളല്ലേ, നിത്യതാരങ്ങളല്ലേ. ബഹളം വെക്കരുത്. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത കാലമാ. വാ, രണ്ടുപേരും ഉറങ്ങാൻ നോക്ക്. ആ കുട്ടികൾ തളർന്നു കിടന്നു. വൃദ്ധയും രോഗിയുമായ വല്യമ്മയുടെ ഞരക്കം മാത്രം കേൾക്കാനുണ്ട്. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. സോഫിയേ. വല്യമ്മ, സോഫിയുടെ ഭർത്തൃമാതാവ്. എടി, എനിക്ക് എന്തേലും കുറച്ച് തിന്നാന്താ. അമ്മേ, ബഹളം വെക്കരുത്. അവന്മാരെപ്പോഴാ കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏതവന്മാരാടി? ഇത് നമ്മുടെ വീടല്ലേ. അമ്മേ, നിരത്ത് മുഴുവനും പോലീസും പട്ടാളവുമാ. കാണുന്നവരെ മുഴുവൻ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. എടി, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിടിച്ചോണ്ട് പോകാൻ. എടി, എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് കണ്ണും മൂക്കുമില്ല. പോളണ്ടിലെ ജൂതന്മാരെ മുഴുവൻ ഹിറ്റ്ലർ മെഡഗാസ്കറിലേക്ക് നാട് കടത്തുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. ജൂതന്മാർ മാത്രമല്ല, ഫാസിസത്തിന്റെ കുഴലൂത്തുകാർ പോലും രക്ഷപ്പെടുന്നില്ല. ബന്ധങ്ങളിൽ ഇനി സ്വന്തമെന്നോതുവാൻ ദുഃഖങ്ങൾ പോലുമില്ല, സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല. അമ്മയ്ക്കിതൊന്നും അറിയില്ല. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂതവിരോധം ലോകമേധാവിത്വം സ്ഥാപിക്കാനുള്ള നിമിത്തം മാത്രം. വർഷങ്ങളായി ക്രിസ്ത്യൻ മനസ്സുകളിൽ കറുത്തു കട്ട പിടിച്ചിരിക്കുന്ന ജൂതവിരോധം മുതലെടുക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേർക്കും അവർ തിരിഞ്ഞിരിക്കുന്നു. ബിർക്കലയിലെ ഗ്യാസ് ചേമ്പറുകളിൽ നിന്ന്
ജൂതന്മാരുടെ മാംസം കരിയുന്ന മരണത്തിന്റെ ഗന്ധമുയർന്നപ്പോൾ കത്തോലിക്കർ ആഹ്ലാദ നൃത്തം ചവിട്ടി. യഹോവയെ തള്ളി പറഞ്ഞവർ അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജർമ്മൻ സൈന്യം കന്യാസ്ത്രീ മഠത്തിലേക്ക് ഇരച്ചുകയറി. ഹിറ്റ്ലറുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ. ദൈവത്തിന്റെ മണവാട്ടികൾ വിഫലതയോടെ പരക്കം പായുന്നു. മാനം കാക്കുന്നതിന് വേണ്ടിയുള്ള ആർത്തനാദങ്ങൾ, കാക്കിക്കുള്ളിൽ നിന്നും പൈശാചമായ അട്ടഹാസങ്ങൾ. നൂറുകണക്കിന് കന്യാസ്ത്രീകളെ അവർ ബലമായി പിടിച്ചു. ഉടുതുണികൾ അടിച്ചെറിഞ്ഞു. ചാർജ്! ഓഫീസറുടെ കൽപ്പന. കവചിത വാഹനങ്ങളിൽ നിന്നും വിദഗ്ധമായി പരിശീലനം നേടിയ വേട്ടനായ്ക്കൾ കുതിച്ചു. കന്യകമാർക്ക് നേരെ ചാടി വീണു. പച്ച മാംസം കടിച്ചു പറിക്കുന്നു. പരിശുദ്ധരായ പെൺകിടാങ്ങൾ പിടഞ്ഞു നിലവിളിക്കുമ്പോൾ മദ്യലഹരിയിൽ ജർമ്മൻ സൈന്യം തിമിർത്തു മതിക്കുന്നു. കർത്താവിന്റെ പൂമണവാട്ടികൾ അയ്യയ്യാ, കർത്താവിന്റെ ലോകം പൂന്നയ്യയ്യാ, കർത്താവിന്റെ പൂമണവാട്ടികൾ അയ്യയ്യാ, കർത്താവിന്റെ ലോകം പൂകുന്നയ്യയ്യാ. കർത്താവിന്റെ മണവാട്ടികൾ കന്യാസ്ത്രീകൾ ഇപ്പൊ കന്യകമാരല്ലോ. മണിക്കൂറുകളോളം ആ താണ്ഡവ നൃത്തം തുടർന്നു. മഠവും പരിസരവും ചോര കളകിട്ട് നിന്നു. ആർത്തനാദങ്ങൾ ക്രമേണ ഞരക്കങ്ങളായി. ഒടുവിലതും നേർത്ത് നേർത്ത് നിലച്ചു. ജൂതന്മാർ മാത്രമല്ല, എല്ലാവരും കശാപ്പ് ചെയ്യപ്പെടുന്നു. ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? അമ്മയ്ക്കിതൊന്നും അറിയില്ല. സോഫി കണ്ണു തുടച്ചു. ഇവ ഓടിയെത്തി. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? വിശന്നിട്ടാണോ? എൻ്റെ പാവക്കുട്ടിക്കും വിശക്കുന്നമ്മേ. ഇന്നലെയും പാവക്കുട്ടി ഒന്നും കഴിച്ചില്ല. എൻ്റെ വിശപ്പ് സാരില്ലായിരുന്നു. എൻ്റെ പൊന്നുമോളെ. സോഫി അവളെ മാറോട് ചേർത്തു. അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികൾക്ക് നാളെ ഇറച്ചിയും റൊട്ടിയും കൊണ്ടുതരാം. അത് വെറും വാക്കാണെന്ന് അവൾക്ക് തന്നെ അറിയാം. സോഫിയേ! തള്ള വീണ്ടും ഉണർന്നു. ഇറച്ചി എനിക്കും കൊണ്ടുവാടി. അമ്മേ, ഇറച്ചി എന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇറച്ചി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ജർമ്മൻ പട്ടാളക്കാർക്ക് മാത്രമുള്ളതാണ്. സാധാരണ പൗരന്മാർ ഇറച്ചി കഴിക്കുന്നത് ജർമ്മൻകാർ വിലക്കിയിരുന്നു. എടി, എനിക്കു വിശക്കുന്നടി. വല്യമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. വിശപ്പിന്റെ ഭ്രാന്ത്. വാതില്ലാരോ മുട്ടുന്നു. അമ്മേ, മിണ്ടരുത്, മിണ്ടരുത്. വീണ്ടും കൊണ്ടാടി. വീണ്ടും മുട്ട്. ഭീതിയോടെ അവൾ വാതിൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ ഗസ്റ്റപ്പോ. അവൾ നടുങ്ങി വിറച്ചു. ഉയർന്നൊരു ഓഫീസർ ഉള്ളിലേക്ക് കയറി. എന്താടി നിന്റെ പേര്? സോഫി. ഓ, ആ യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ മകൾ അല്ലേ? അതെ, ഞങ്ങൾ ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളാ. നിന്നോട് അത് ചോദിച്ചു. ഒപ്പം മുഖമടച്ചിടു വീണു. ഓഫീസർ അവളുടെ മുടിക്കുത്തിന് പിടിച്ചുയർത്തി നിർത്തി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവളെ അടിമുടി നോക്കി. സപ്തസമുദ്രം സാന്ധ്യരാഗം കവിളിൽ ചാർത്തി നൂറു വസന്തനിലാവിൽ പെണ്ണേ, നിന്നെ താലി ചാർത്തിയതേതൊരു പുരുഷൻ ഭാഗ്യവാൻ. വലിച്ചടുപ്പിച്ചു. ബഹളം കേട്ട് വല്യമ്മ തപ്പിത്തടഞ്ഞെത്തി. സോഫിയേ, എന്താ അവിടെ? നീ ഇറച്ചി തരുമെന്ന് പറഞ്ഞിട്ട് പിടിക്കവളെ. കാത്തുനിന്ന പടയാളികൾ ഉള്ളിലേക്ക് കയറി. അനധികൃതമായി നീ മാംസം കടത്തിക്കൊണ്ടുവന്നു അല്ലടി? ആ ഫ്ലാറ്റ് ആകെ അവർ അഴിച്ചു പെറുക്കി. എവിടെടി തള്ളേ? ഇവള് കൊണ്ടാച്ചതാ സോഫി. കുറച്ച് ഇങ്ങോട്ടും തരാൻ പറ മക്കളെ. തള്ളയുടെ എല്ലില്ലാത്ത നാവ് തെളിവിനത് മാത്രം മതി. നിഷ്ഠൂരായ ജർമ്മൻ പടയാളികൾ സോഫിയും കുട്ടികളെയും താഴേക്ക് വലിച്ചെറിച്ചു. സ്വസ്തിക് വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തെന്തു മോഹങ്ങൾ, എന്തെന്തു സ്വപ്നങ്ങൾ, എന്തെന്തു ചിന്താവിവശതകൾ, എന്തിനീ ജീവിതം, ജീവിത സങ്കൽപ്പ സൗഭാഗ്യം എന്നെ പൊഴിഞ്ഞു. ആലന്മാരെ, എന്നെ കൂടെ കൊണ്ടോയിനടാ. തപ്പിത്തടഞ്ഞത്തെ വല്യമ്മ സ്റ്റെയർ കേസിന് മുകളിലത്തെ പടിയിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണു. സോഫിയത്തെ തടവറയിൽ നൂറുകണക്കിന് തടവുകാർ.
കുട്ടികൾ, യുവതികൾ, വൃദ്ധകൾ എല്ലാവരും ജൂതവിരോധികളായ ക്രിസ്ത്യാനികൾ. തടങ്കൽ പാളയത്തിൻ്റെ മേധാവി റൂഡോ ഹോസ്റ്റിൻ, അയാൾ പതിവായി പാളയത്തിലെത്തും. സുന്ദരികളായ യുവതികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യൽ എങ്ങനെയെന്ന് സോഫിക്കറിയാം. പക്ഷേ എന്തു ചെയ്യാൻ? ഈശ്വര, ജർമ്മനിക്കെതിരായി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടപ്പോഴും ഞങ്ങൾ ഹിറ്റ്ലറെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നിട്ടും പതിവ് പോലെ പരിവാര സമേതം ഹോസ്റ്റിന് കടന്നു വന്നു. എല്ലാവരും തയ്യാറാവുക. കൃത്യസമയത്ത് തന്നെ തീവണ്ടി പുറപ്പെടും. നിങ്ങളിപ്പോൾ ബിർക്കലയിലേക്ക് പോവുകയാണ്. ഹറിയപ്പ്. ബിർക്കല, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. തടവ് പുള്ളികളെ കുത്തി നിറച്ച തീവണ്ടി ബിർക്കലയെ ലക്ഷ്യമാക്കി പാഞ്ഞു. കരളിൽ തീയെരിയുന്നു, കണ്ണിൽ ചുടുനീരുറയുന്നു, മരണം മാടി വിളിക്കുന്നു, മൗനം പുകയായി പടരുന്നു. മരണം മാടി വിളിക്കുന്നു, മൗനം പുകയായി പടരുന്നു. സൈനികർ തടവുകാരെ വലിച്ചു പുറത്താക്കി. ഓടിയെത്തിയ കുട്ടികളെ ഒരു പട്ടാളക്കാരൻ ചവിട്ടി തെറിപ്പിച്ചു. മാറിപ്പോയടാ പട്ടികളെ! ചെയ്ത് എൻ്റെ മക്കളെ തരൂ, അല്ലെങ്കിൽ എന്നെ അവരോടൊപ്പം അയക്കൂ പ്ലീസ്. പട്ടാള മേധാവി അവളോട് അടുത്തു. ഓ സോഫി, ജോൺ ക്രൈ, നിങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ അവർ ഈ ലോകത്തിന് തന്നെ ആവശ്യമില്ലാത്തതാണ്. ദാ നോക്കൂ, അതാണ് ഗ്യാസ് ചേമ്പർ. കണ്ടിട്ടില്ലല്ലോ? ഇവരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. ദയവ് ചെയ്ത് എന്നെ അവരോടൊപ്പം അയക്കൂ. സോഫി, നിനക്കൊരു കാര്യം ചെയ്യാം. ഒരു കുട്ടിയെ, ഒന്നിനെ മാത്രം നിനക്ക് തരാം. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? വേഗം പറയൂ സുന്ദരി. അവളിൽ നിന്നൊരാർത്തനാദമുയർന്നു. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്! പറയടി! അതൊരു ഗർജനമായിരുന്നു. ഇല്ല, ഞാൻ അശക്തയാണ്. ജാൻ, ഈവ, എൻ്റെ പൊന്നുമക്കളെ. തിരഞ്ഞെടുപ്പിൻ്റെ ക്രൂരമായ നിമിഷങ്ങൾ. അവൾ കണ്ണടച്ചു, വിരൽ ചൂണ്ടി. അവൾ വിരൽ ചൂണ്ടിയത് ജാനിൽ നിർത്തി. ജാൻ ഓടിയെത്തി. മുൻപോട്ട് ചീവയെ ഒരു പട്ടാളക്കാരൻ ബലമായി പിടിച്ചു. കൊണ്ടുപോകൂ! ആ സംഘം മാറ്റി തെളിയിക്കപ്പെട്ടു ഗ്യാസ് ചേമ്പറിലേക്ക്. സൂര്യനും ചന്ദ്രനും താരങ്ങളും ആഴിയുമമ്പരവീഥികളും സ്വർഗവും സ്വർഗീയ ചിന്തകളും സൃഷ്ടിച്ചതേതു പ്രഭാവമാണോ? അമ്മേ, എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നു. അമ്മേ, എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നു. ഈവ, അവൾക്കറിയില്ലല്ലോ അവളും അവളുടെ പാവക്കുട്ടിയും പോകുന്നതും ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിലേക്കാണെന്ന്. ലോകം കേട്ട ഏറ്റവും കരുണാമയമായ നിലവിളി. സോഫി ബോധമറ്റ് നിലംപതിച്ചു. വിധി അവളെ വെറുതെ വിട്ടില്ല. സ്വന്തം മകൻ ജാനെ പോലും അവൾക്ക് ലഭിച്ചില്ല. ഏതെങ്കിലും ഒരു തടങ്കൽ പാളയത്തിൽ വിശപ്പും രോഗവും അവനെ കാർന്നു തിന്നേക്കാം. യുദ്ധാവസാനത്തോടെ സോഫി മോചിതയായി. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ ഉണ്ണുകയും ഉറങ്ങുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നപ്പോൾ ജൂതന്മാർ മാത്രമല്ല, ജൂതന്മാരുടെ ശത്രുക്കൾ പോലും ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഗ്യാസ് ചേമ്പറുകൾക്ക് മുമ്പിൽ മരണം കാത്ത് ക്യൂ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഹിറ്റ്ലർക്ക് മാത്രമല്ല, ഫാസിസ്റ്റ് ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം പങ്കിട്ടെടുത്തേ മതിയാകും.